നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 10, 2026 ചൊവ്വ. അങ്ങനെ ഇന്ന് നിഫ്റ്റിയുടെ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലെ വീക്കിലി എക്സ്പയറിംഗ് പൂർത്തിയായി. എങ്കിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇന്ത്യൻ മാർക്കറ്റിന് സാധിച്ചതിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് തുടർച്ചയായി ഇത് മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും നേരിയതാണെങ്കിലും നേട്ടം നിലനിർത്തുവാനുമായി എന്തെല്ലാം ഘടകങ്ങളാണ് ഇന്ന് വീക്കിലി എക്സ്പയറി ആയിരുന്നെങ്കിൽ കൂടിയിട്ടും നിഫ്റ്റിയെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. മാത്രവുമല്ല ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിന് തൊട്ട് മുകളിലായിട്ട്, അതായത് 25,870 എന്ന ലെവലില് നിഫ്റ്റിക്ക് ഇന്ന് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. എന്നാൽ അതേസമയം 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് തൊട്ട് താഴെയായിട്ട് 25,989 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. എങ്കിലും 67 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,935 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 208 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് 42 പോയിന്റുകളുടെ നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എങ്കിലും 60,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനും ബാങ്ക് നിഫ്റ്റിക്ക് സാധിക്കുകയും ഉണ്ടായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1,797 സ്റ്റോക്കുകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ 1,127 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഫാർമ, PSU ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് ഇന്ന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ മീഡിയ ഇൻഡെക്സിന് 2% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. അതേസമയം ഓട്ടോ ഇൻഡെക്സിനും 1% നേട്ടവും ഇന്ന് കൈവരിക്കുവാനും സാധിച്ചു. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പിനും 0.4% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇറ്റേണൽ, ടാറ്റ സ്റ്റീൽ, ബജാജ് ഓട്ടോ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, M&M തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ശ്രീറാം ഫൈനാൻസ്, HCL ടെക്, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ബജാജ് ഫൈനാൻസ്, ടാറ്റ കൺസ്യൂമർ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഏതാനും ട്രേഡിംഗ് സെഷനിലായിട്ട് അമേരിക്കൻ ഡോളറിനെതിരെ ഇടിവ് നേരിട്ടുകൊണ്ടിരുന്ന ഇന്ത്യൻ രൂപയ്ക്ക് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 18 പൈസയുടെ നേട്ടത്തോടുകൂടി 90.58 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ജനുവരിയിലെ SIB നിക്ഷേപത്തിന്റെ ഡാറ്റ ഇന്ന് റിലീസ് ചെയ്യുകയുണ്ടായി. 31,000 കോടി രൂപയായി സ്ഥിരതയോടെ തന്നെ ഇന്ത്യയിലെ SIP തുടരുന്നുമുണ്ട് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം. മാത്രമല്ല ജൂൺ മാസത്തിൽ മാത്രം ഏകദേശം 74 ലക്ഷം പുതിയ SIP അക്കൗണ്ടുകൾ രജിസ്റ്റർ ചെയ്യുകയുമുണ്ടായി. STT വർധനവ് പുനഃപരിശോധിക്കുമെന്നാണ് NSE പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ STTയുടെ വർധനവ് മൂലം വോളിയത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം പ്രവചിക്കാൻ പ്രയാസമാണെന്നുമാണ് NSEയുടെ മാനേജ്മെന്റ് പറയുകയുമുണ്ടായത്. ബംഗ്ലാദേശിൽ നിന്നും US കയറ്റുമതി ചെയ്യപ്പെടുന്ന ചില തുണിത്തര ഉൽപ്പന്നങ്ങൾക്ക് സീറോ താരിഫ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യയില് ഗോകുൽദാസ് എക്സ്പോർട്സ്, KPR മിൽസ് തുടങ്ങിയ ടെക്സ്റ്റൈൽ സ്റ്റോക്കുകളിൽ 8% വരെ ഇടിവ് ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. ഇതുകൂടാതെ കഴിഞ്ഞ ജനുവരി വരെ അതിശക്തമായ സെല്ലിംഗ് നടത്തിക്കൊണ്ടിരുന്ന വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അവസാന 9 ട്രേഡിംഗ് സെഷന് കൊണ്ട് മാത്രം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് $2 ബില്യൺ പമ്പ് ചെയ്യുകയുമുണ്ടായത്. സ്ട്രോങ് ആയിട്ട് വന്ന Q3 ഏർണിംഗ്സിന്റെ ഫലമായിട്ട് ഇന്ന് BSE സ്റ്റോക്കിലും 6% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയുമുണ്ടായി. ഇനി നമുക്ക് ഇന്നും നമ്മുടെ മാർക്കറ്റിന് നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ പ്രത്യേകിച്ച് ഇന്ത്യ US ട്രേഡ് താരിഫ് കുറച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വീണ്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുമുള്ള ബൈയിങ് അതിശക്തമാക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. മാത്രമല്ല ട്രേഡ് ഡീൽ ഉണർത്തുന്ന പ്രതീക്ഷ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വീണ്ടും ഹടാതായിട്ട് ആകർഷിക്കുവാൻ പ്രധാന പങ്ക് വഹിച്ചതും ഇന്നലെയും 2,250.64 കോടി രൂപയ്ക്ക് അവരുടെ ഭാഗത്ത് നിന്ന് വന്ന ബൈയിങ്ങും ഇന്നും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഇന്നലെ US മാർക്കറ്റില് S&P 500ന് 0.5%, നാസ്ഡാക്കിന് 1%-ടുത്തും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. മാത്രമല്ല ഇന്ന് രാവിലെ US ഡോ ജോൺസ് ഫ്യൂച്ചർ ഫ്ലാറ്റ് ആയിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നതെങ്കിൽ പിന്നീട് നേട്ടത്തിലേക്ക് തിരിഞ്ഞതും. കൂടാതെ യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകളും ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ എല്ലാ മാർക്കറ്റിലും അനുഭവപ്പെട്ട പോസിറ്റീവ്നെസിനെ തുടർന്ന് ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് തുടർച്ചയായ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവായിട്ട് മാറിയതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി
ഗുണകരമായി തന്നെ മാറുകയും ചെയ്തു. ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ അനുഭവപ്പെട്ട നേരിയ തോതിലാണെങ്കിൽ കൂടിയിട്ടുള്ള ഇടിവും ഇതിനു പുറമെ ഇന്നലെ 2% ഉയർച്ചയോടുകൂടി ക്ലോസിംഗ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് ഇന്ന് വീണ്ടും 4.35% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 12 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ട് 11.66 എന്ന ലെവലിലായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുവാൻ സാധിച്ചു. കൂടാതെ ഇന്നൊരു ഘട്ടത്തിൽ ഇൻട്രാഡേ ബേസിസിൽ 10.35 എന്ന ലെവലിലേക്കും ഇന്ത്യ വിക്സ് എത്തിച്ചേരുവാനും സാധിച്ചു. ഇന്ന് ഇന്ത്യ വിക്സ് കൂൾ ഓഫ് ആയതും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. കൂടാതെ ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് നേരിയതാണെങ്കിൽ കൂടിയിട്ടും US ഡോളറിനെതിരെ നേരിയ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതും നമ്മുടെ മാർക്കറ്റിനും ഗുണം ചെയ്തു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്നും നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 63 പോയിന്റുകളുടെ നേട്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് 0.5% നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഫ്രാൻസ് മാർക്കറ്റ് 0.5%, ജർമ്മൻ മാർക്കറ്റ് 0.5% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരത്തിൽ തുടരുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിൽ നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ എല്ലാ മാർക്കറ്റുകളും ഇന്ന് നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. അതേസമയം ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 0.12% ഇടിവും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 0.16% ഇടിവും അനുഭവപ്പെടുമ്പോൾ ഗോൾഡിന്റെ വിലയിൽ 0.37% ഇടിവും അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില 68.91 $US per ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില 64.22 $US per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില 5041.16 $US per ഔൺസ് എന്ന നിലയിലുമായിട്ട് വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ACME സോളാർ മധ്യപ്രദേശിൽ ബാറ്ററി സംഭരണമുള്ള 220 മെഗാവാട്ട് സോളാർ പദ്ധതി കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. NMDC കമ്പനി ഇരുമ്പയിരിന് വില ടണ്ണിന് 100 രൂപ വീതം വർദ്ധിപ്പിക്കുകയുണ്ടായി. ലുപ്പിൻ മൂത്രാശയ രോഗത്തിനുള്ള മരുന്നായ മിറാബ്രോഗോണിനെ ചൊല്ലിയുള്ള പേറ്റന്റ് തർക്കം $90 മില്യൺ ആസ്റ്റെല്ലസ് ഫാർമ യുഎസുമായി പേറ്റന്റ് തർക്കം പരിഹരിക്കുകയുണ്ടായി. വേഗ് ഫീറ്റ് ക്വാർട്ടർ 3 ഏർണിംഗ്സുകൾ കമ്പനി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിൽ കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 2.41 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 31.86 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. അതേസമയം റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 421.34 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. ശില്പ മെഡിക്കെയർ ക്വാർട്ടർ 3 റിസൾട്ടില് കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ക്വാർട്ടർലി റവന്യൂ റിലീസ് ചെയ്യുകയുണ്ടായി. അതായത് 28% നേട്ടത്തോടുകൂടി 411 കോടി രൂപയാണ് റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായത്. കാർനെക്സ് മൾട്ടിപ്പിൾ ഓർഡേഴ്സിൽ നിന്നായിട്ട് 2.9 കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. ലാർസൻ ആൻഡ് ടർബോ ദുബായിൽ നിന്ന് പുതിയ റോഡ് വികസന കരാറുമായി ബന്ധപ്പെട്ട് 1000 കോടി രൂപ മുതൽ 2000 കോടി രൂപ മൂല്യം വരുന്ന പുതിയ കരാറുകൾ കമ്പനി നേടിയെടുക്കുകയുണ്ടായി. ഏത് ഇൻഡസ്ട്രീസ് ക്വാർട്ടർ 3 റിസൾട്ടില് റവന്യൂവില് 44% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും 49% വർധനവ് ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്തുകയുമുണ്ടായി. അദാനി എന്റർപ്രൈസസ് കൈക്കൂലി ആരോപണങ്ങളിൽ US ഏജൻസിയുമായി ചർച്ച നടത്തി വരുവാണെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.